പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപയുടെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, കിടപ്പായിപ്പോയവർ, ഇങ്ങനെ ഒരു ആരോഗ്യമുണ്ട് പക്ഷെ കിടന്നു പോയവർ, ചിലപ്പോൾ അപകടം ഉണ്ടായി കിടന്നു പോയവർ, കർത്താവെ പ്രഷർ വന്ന് കിടന്നു പോയവർ, കർത്താവിൻ്റെ തിരുമുറുവാർന്ന വലതുകരം ആണിപ്പെടുതാടുന്ന അത്ഭുതകരം ആ കിടന്നുപോയ മക്കളുടെ മേൽ ശരീരത്തിൽ തലയ്ക്കപ്പെടട്ടെ. യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ നീ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് കൽപ്പിക്കുന്നു. കർത്താവെ, പടലപ്പിണക്കങ്ങളും തൊഴുത്തിൽ കുത്തും മൂലം കുടുംബത്തിൽ കലഹവും കോലാഹലങ്ങളും സമാധാനം നഷ്ടപ്പെട്ട കുടുംബങ്ങൾ, നീ ഏത് ഭവനത്തിൽ പ്രവേശിക്കുമ്പോഴും ആ ഭവന സമാധാനം ആശംസിക്കണം. സമാധാന ദൂതൻ അവിടെ ഉണ്ടെങ്കിൽ നിൻ്റെ സമാധാനോടെ ഭരിക്കും. കർത്താവെ, അടിയൻ്റെ പ്രാർത്ഥന കൊണ്ടും അമ്മയുടെ പ്രത്യക്ഷീകരണം കൊണ്ടും കർത്താവെ, ആ കുടുംബങ്ങൾക്ക് സമാധാനം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ, പഠിക്കുന്നതിന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾ, കർത്താവെ, എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി മക്കളെ വേദനിച്ച് കണ്ട് ആശങ്കപ്പെട്ടുകൊണ്ട് കണ്ണുനീരോടെ വിഷമിക്കുന്നുണ്ടോ ആ മേഖലയിലെല്ലാം പരിശുദ്ധാത്മ പ്രവർത്തിച്ചുകൊണ്ട് നിൻ്റെ വിഷയത്തിൽ ദൈവം തീരുമാനമെടുക്കാൻ പോകുന്നു. കർത്താവിൻ്റെ മുമ്പിൽ നീ ജാഗ്രതയോടെ പെരുമാറുക. കർത്താവെ, അകലം വിട്ടുപോകുന്നവർ, രാജ്യം വിട്ടുപോകുന്നവർ, വീട് വിട്ടുപോകുന്നവർ, ഞങ്ങൾ കണ്ണുമ്പിൽ മറയുന്നവർ, കർത്താവിൻ്റെ കൃപയാൽ നിറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, ജോലിയില്ലാത്തതിൻ്റെ പേരിൽ, വിസ പുതുക്കാത്തതിൻ്റെ പേരിലും, യാത്രയ്ക്ക് നാട്ടിലേക്ക് വരാൻ പറ്റാത്തതിൻ്റെ പേരിലും, തിരിച്ചു പോകാൻ പറ്റാത്തതിൻ്റെ പേരിലൊക്കെ കുടുങ്ങിക്കിടക്കുന്നവർ, എൻ്റെ കർത്താവിൻ്റെതുമായ എന്തെങ്കിലും ബന്ധനങ്ങളെ ഞാൻ അർപ്പിച്ച 40 വർഷത്തെ ബലിയുടെ ശക്തിയാൽ ബന്ധിക്കുന്നു, അഴിച്ചു മാറ്റുന്നു. കർത്താവിൻ്റെ കരുണ നിന്നെ ആവശ്യിക്കുകയും നീ വിടുതൽ പ്രാപിക്കുകയും ചെയ്യട്ടെ. ഐ കമാൻഡ് യു ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യു ബി ഹീൽഡ് ആൻഡ് ഡെലിവേർഡ്. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ദുഷ്ടഭൃത്യ നിന്നോട് ഞാൻ ക്ഷമിച്ചതുപോലെ നീയും അവനോട് ക്ഷമിക്കേണ്ടതായിരുന്നില്ലേ? അർഹത നഷ്ടപ്പെടുത്തി കണ്ട ഒരാള്. ആ വചനം എടുത്തേ. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 23 മുതലുള്ള തിരുവചനം. മത്തായി 18-23 വചനങ്ങൾ. സ്വർഗ്ഗരാജ്യം സേവകന്മാരുടെ കണക്ക് തീർക്കാൻ ആഗ്രഹിച്ച ഒരു രാജാവിന് സദൃശമാണ്. കണക്ക് തീർക്കാൻ ആരംഭിച്ചു. 10,000 താലന്ത് കടപ്പെട്ടു. 10,000 താലന്ത് കടപ്പെടുന്ന ഒരുവൻ അവർ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നു.
അവന് അത് വീട്ടാൻ നിർവാഹമില്ലായിരുന്നു. അവനെയും ഭാര്യയെയും മക്കളെയും അവന്റെ സമസ്ത വസ്തുക്കളും വിറ്റ് കടം വീട്ടാൻ യജമാനൻ കൽപ്പിച്ചു. അപ്പോൾ സേവകൻ വീണ് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, പ്രഭു എന്നോട് ക്ഷമിക്കണം, എല്ലാം തന്നു വീട്ടിക്കൊള്ളാം. ആ സേവകന്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയക്കുകയും അപ്പോൾ അവന് കടം ഇളച്ചു കിട്ടി, അർഹത കിട്ടി. അടുത്ത വചനം എന്താ? അവൻ പുറത്തിറങ്ങിയപ്പോൾ ഈ അർഹത ഇവൻ കളയുന്നുണ്ട് പിന്നീട്. അതാണ് വിഷയം. ഓക്കെ, അർഹത പലർക്കും കിട്ടും, പക്ഷെ കൈയിരിപ്പ് കാരണം അർഹത അവർ കളഞ്ഞെടുക്കും. അവൻ പുറത്തിറങ്ങിയപ്പോൾ തനിക്ക് 100 ദനാറ നൽകാൻ, അത് നിസ്സാര കാശാണ്, 100 ദനാറ തരാനുണ്ടായിരുന്ന തന്റെ സഹസേവകൻ ഒരുവനെ കണ്ടുമുട്ടി. അവന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് കൊണ്ട് അവൻ പറഞ്ഞു, എനിക്ക് തരാനുള്ളത് തന്നു തീർക്കുക. മറ്റേ താലന്താണ് 10,000 സ്വർണമാണ്, ഇത് വെള്ളി നാണയമാണിത്. 10 വില കുറവാണ്, 100 വെള്ളി നാണയം. അത് തരാത്തവൻ്റെ കഴുത്തിന് ഇവൻ ഈ 10,000 താലന്ത് ഇളച്ച് കിട്ടിയവനെ, 10,000 സ്വർണ്ണ നാണയങ്ങൾ ഇളച്ച് കിട്ടിയവൻ 100 വെള്ളി നാണയക്കാരൻ എൻ്റെ കടക്കാരനെ കണ്ടപ്പോൾ അവൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ച്. അപ്പോൾ ഈ കയ്യിരിപ്പാണേ. അപ്പോഴുടനെ മറ്റുള്ളവർ വന്ന് രാജാവിനോട് പറയും, നമ്മൾ അങ്ങ് സമക്ഷത്തുനിന്ന് ദയവുണ്ടായി അവൻ്റെ 10,000 താലം തിളച്ച് കിട്ടില്ലേ? അതെ, കൊടുത്തു. അവൻ പുറത്തിറങ്ങിയപ്പോൾ അവന് 100 വെള്ളി നാണയം തരാനുണ്ടായിരുന്നു, അവൻ്റെ കഴുത്ത് ഞെരിച്ചെന്ന് പറയും. അപ്പോൾ രാജാവ് അലറും, ദുഷ്ടപ്പെടുത്തിയ കൊണ്ടുവരാൻ പറഞ്ഞവനെ കൊണ്ടുവന്ന്. എന്താ പിന്നെ അടുത്ത ഭാഗം വായിച്ചേ? മത്തായി 18:32-33. യജമാനൻ അവനെ വിളിച്ചു പറഞ്ഞു, ദുഷ്ടനായ സേവക, നീ എന്നോട് കേണപേക്ഷിച്ചുകൊണ്ട് നിന്റെ കടമെല്ലാം ഞാൻ ഇളച്ചു. അതവിടെയാണ് വിഷയം. ഞാൻ നിന്നോട് കരുണ കാണിച്ച പോലെ നീ നിന്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ല. അപ്പം കരുണ ഒരു വിഷയമാണ്. നമ്മൾ കൈപ്പറ്റുമ്പോൾ തന്നെ മറ്റുള്ളവരോടും കരുണ കൊടുക്കണം. നമ്മളെല്ലാവരോടും കരുണ വാങ്ങിക്കും. നമ്മുടെ മേലാളന്മാർക്ക് എല്ലാം കരുണ കൈപ്പറ്റും, കീഴാളന്മാർക്ക് നമ്മൾ കരുണ കൊടുക്കത്തില്ല, താഴെയുള്ളവരുടെ കൂടെ. അതൊരു വല്ലാത്ത പ്രശ്നമാണ്. ഇവനെന്ത് ചെയ്യുന്നറിയുമ്പോൾ ഇവൻ ആദ്യം കരുണ കിട്ടി, ആ 10,000 താന്ന് ഇളച്ച് കിട്ടിയവൻ അവന് ഉള്ളത് കൂടി പോയി. അർഹത കിട്ടിയവൻ അർഹത നഷ്ടപ്പെടുത്താൻ. നിങ്ങൾക്ക് പണ്ട് ഇതിനേക്കാൾ അർഹത ഉണ്ടായിരുന്ന ആൾക്കാരാണെന്ന് ഓർക്കണം. നിങ്ങളുടെ കയ്യിരിപ്പ് കാരണം അർഹത നഷ്ടപ്പെടുത്തിയതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ആനുകൂല്യം കിട്ടുന്ന കാര്യം വരുമ്പോൾ നിങ്ങൾ ദൈവത്തെ മറക്കും. നമുക്കതിൽ നിന്ന് നേട്ടവും ഒക്കെ ഉണ്ടാകുന്ന വിഷയം വരുമ്പോഴേ നമ്മൾ കുറേ വചനം മറന്നു പോകും, പിന്നെ പള്ളി മറക്കും. എനിക്ക് ഏറ്റവും ദേഷ്യം ഈ ദിവസം കുർബാന കാണുന്നവരെ. അപ്പം നിങ്ങളോർക്കും ജോസഫ് അച്ഛൻ പിന്നെ അതല്ലേ പറയണത്, എല്ലാ ദിവസവും കുർബാനക്ക് പോകണമെന്ന്. എല്ലാ ദിവസവും കുർബാനക്ക് പോകണം, കുർബാന സ്വീകരിക്കുകയും വേണം. പക്ഷേ നിങ്ങളുടെ ജീവിതമായിട്ട് എന്തെങ്കിലും ബന്ധം അതിനുണ്ടാകണം. ഞാൻ ഈ നാട്ടുപ്രാങ്ങളൊക്കെ ചെല്ലുമ്പോൾ ഒത്തിരി കുർബാന, ഞാൻ എത്രയോ പള്ളികളിൽ ഇരുന്ന ആളാണ്. അയ്യോ, എനിക്ക് ഈ ഓസ്തി മുറിച്ച് കപ്പേരുണ്ടല്ലോ, കപ്പേര് അവിടെ നിന്ന് ഒരു മെഷീൻ എടുത്തിട്ട് ഓസ്തി എല്ലാം ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഓസ്തി, ചെറിയ ഓസ്തി, ഒരു വലിയ ഓസ്തിയാണ് നമുക്ക് കിട്ടണത്. അതിൽ നിന്ന് ചെറുതും വലുതും ഒക്കെ വെട്ടിയെടുക്കണം, വലുതിനെ വെട്ടിയെടുക്കണം. പിന്നെ ചെറിയ ബാക്കിയുള്ളതാണ് നമ്മൾ ചെറിയ ഓസ്തി ഉണ്ടാക്കിയിട്ട് കപ്പേര് ഇങ്ങനെ കൂട്ടി കൂട്ടി വെക്കും. ഇത് കാണുമ്പോൾ എനിക്ക് ചിരിയും വരും, ദേഷ്യവും വരും. എന്താണ്, എത്രയോ കാപട്യം പിടിച്ച ആൾക്കാരുടെ ഉള്ളിൽ കർത്താവ് ചെന്ന് അടങ്ങേണ്ട സംഭവമാണിത്. അത് ഭയങ്കര സങ്കടകരമായി. ഇന്നത്തെ സഭയിൽ ഏറ്റവും സങ്കടകരമായ ആൾക്കാർ ഡെയിലി കമ്മ്യൂണിക്കൻ്റാണ്, ദിവസം കുർബാന സ്വീകരിക്കുന്നവർ. അവർ സൂക്ഷിച്ചില്ലെങ്കിൽ അവർ ആ പണി വരുന്നുണ്ട്. എന്താ പ്രശ്നം വെച്ചാൽ നിങ്ങൾക്ക് അറിയത്തില്ല നിങ്ങൾ എന്താണ് പാനം ചെയ്യണത്, ഭക്ഷിക്കണമെന്ന്.
ബൈബിൾ പറയണത് ശിക്ഷാവിധി എന്നാ പറയണത്. ആ വചനെടുത്തേ. 1 Korinthos 11:29. 1 Korinthos 11:29. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തന്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നത്. അപ്പം മനസ്സിലായില്ലേ? ശിക്ഷാവിധി ആൾക്കാരെ വായും പൊളിച്ച് വരുമ്പോൾ ഓർത്തേക്കണം, മിക്കവാറും ഇത് എൻ്റെ ശിക്ഷയ്ക്ക് അവസാനിക്കുമെന്ന്. അങ്ങനെ മനസ്സ് പറഞ്ഞാൽ പിന്നെ സ്വീകരിക്കരുത് നിങ്ങൾ. കാര്യം ദിവ്യകുർബാന എന്ന് പറയുമ്പോൾ നമ്മൾക്ക് പണ്ടൊരു വിശുദ്ധനുണ്ടായിരുന്നു, എനിക്ക് എപ്പോഴും എനിക്ക് ഇഷ്ടമുള്ള ആളയാൾ. അയാൾക്ക് 8 കിലോമീറ്റർ 8 മൈൽ നടക്കണം അങ്ങേരുടെ ഫാക്ടറി ജോലിയാണ്. അപ്പോൾ ഒരു ചോറ്റുപാത്രത്തിൽ ചപ്പാത്തിയും കൊണ്ട് പുള്ളി ഓടാതെ എത്തത്തില്ല അവിടെ വരെ. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുർബാന കൂടുന്നത്. പക്ഷേ കുർബാനയുടെ സമയമാകുമ്പോൾ പുള്ളി പോണ സമയത്ത് വഴി പള്ളിയുണ്ട്, പക്ഷേ പള്ളി അടച്ചു പോകും. പുള്ളിക്ക് സങ്കടമാണ് കർത്താവിനെ കാണാൻ പറ്റാത്ത. അപ്പോൾ ഉടനെ അടക്കണ പള്ളിയിൽ ഓട്ടത്തിൽ ഈ പാത്രം കയറ്റി പിടിച്ചുകൊണ്ട് 2 മുട്ടും ധ്യാനവാതിലെ. എന്നിട്ട് പറയും, കർത്താവ് മാട്ടും വന്നു കേട്ടാ, മാട്ടിന് സമയമില്ലെന്ന് എനിക്കറിയാവില്ല, മാട്ടും പോകണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത് കേൾക്കണത്. എന്ന് വെച്ചാൽ അങ്ങനെ പോയി ആ മനുഷ്യൻ വിശുദ്ധ മാട്ടിനായി. അപ്പം ദിവ്യകുർബാന ചുമ്മാ ഒരു 1/2 കിലോമീറ്റർ അകലെ നിന്ന് അടച്ചിട്ട പള്ളിയുടെ പുറത്ത് നിന്ന് നമുക്ക് വിശുദ്ധരാകാൻ പറ്റൂ. ആ സ്ഥലത്താണ് നീ ദിവസവും പോയി കുർബാന സ്വീകരിച്ച്. ഉടമ്പടിയിലെ മെയിൻ സംഭവം കുർബാന സ്വീകരണം തന്നെയാണ്, അതിലൊരു കാര്യം. പക്ഷേ എപ്പോഴും ഓർത്തേക്കണം, അത് പറഞ്ഞ് നമുക്ക് അർഹതയില്ലാത്തതാണെങ്കിൽ നമ്മൾ സ്വീകരിക്കരുത്. അതെപ്പോഴും ഓർത്തേക്കണം. അർഹത ഉണ്ടാക്കിയെടുക്കണം നമ്മൾ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അത് എംപ്ലോയറുടെ ഇഷ്യൂസ് കൊണ്ടായിരുന്നു അങ്ങനെ റിജക്ഷൻ വന്നത്. പിന്നെ അവർ കുറച്ച് നാളത്തേക്ക് എനിക്ക് കോൺട്രാക്റ്റ് തന്നില്ല, ഹോൾഡ് ചെയ്ത് വെച്ചു. അങ്ങനെ എൻ്റെ OET വാലിഡിറ്റി തീരാറായി. ഈ 2023 നവംബർ 6 എൻ്റെ OET എക്സ്പയറി ആകും. അപ്പോൾ അവർ പറയുവാണ് ഒന്നുകൂടി OET എഴുതണം. നമ്മൾ OET പഠിക്കുന്ന എല്ലാവർക്കും അറിയാം, നമ്മൾ എന്തോരം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഒരു OET പാസ്സായി എടുക്കുന്നത്. പ്രത്യേകിച്ചും ഞാൻ 3rd അറ്റംപ്റ്റിലാണ് എനിക്ക് ആ OET പാസ്സാവാൻ കഴിഞ്ഞത്. പിന്നീട് ഒന്നുകൂടി OET എഴുതണമെന്ന് പറഞ്ഞപ്പോൾ അതെന്നെ ഒരുപാട് വിഷമിപ്പിച്ചു. ഞാൻ കരുതി എനിക്ക് എത്ര ശ്രമിച്ചാലും ഇനി എനിക്ക് ഒരിക്കൽ കൂടി OET എഴുതാൻ പറ്റത്തില്ല. പക്ഷേ പരിശുദ്ധ അമ്മയുടെ ബലത്തിൽ ഞാൻ പിന്നെയും OET എഴുതി. ഇതിനിടയ്ക്ക് എനിക്കൊരു ജോലി ആവശ്യമായിരുന്നു. കാരണം ഞങ്ങൾ 2 പേരും ജോലി ഉപേക്ഷിച്ചിട്ടാണ് ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്നത്.
എങ്കിലും മാതാവ് സാമ്പത്തികമായിട്ട് ഞങ്ങളെ തളർത്തിയില്ല. ഞങ്ങളെ പലരാലും ഞങ്ങളെ പിടിച്ചു നിർത്തി. മാതാവ് എനിക്കിവിടെ ഒരു ജോലി ശരിയാക്കി തന്നു. ആ ജോലിക്ക് പോകുമ്പോൾ ഞാൻ കാശ് രൂപം കൊണ്ടാണ് പോയത്. കാരണം കുറച്ച് നാളത്തെ ശേഷമാണല്ലോ ഞാൻ പിന്നീട് ഒരു വാർഡിലേക്ക് പോകുന്നത്. അപ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെയായിരിക്കും ഇൻ്റർവ്യൂ കാര്യങ്ങൾ. പക്ഷെ ഒരു ക്വസ്റ്റ്യൻ പോലും എന്നോട് ചോദിച്ചില്ല. എനിക്ക് മുമ്പിലുള്ളവരോടും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അവിടെയും മാതാവ് എന്നെ പിടിച്ചു നിർത്തി. അങ്ങനെ എനിക്ക് ടെമ്പററി ആയിട്ട് എനിക്കിവിടെ ഒരു ജോലി ലഭിച്ചു. അത് ഒരുപാട് ആശ്വാസമായിരുന്നു. അതിനുശേഷം ഞാൻ OET ഒന്നുകൂടി എഴുതി. പക്ഷേ അതെനിക്ക് കിട്ടിയില്ല. എങ്കിലും ഞാൻ ഉടമ്പടിയിൽ ഉറച്ചു നിന്നു. ഒരിക്കലും ഞാൻ ദൈവത്തെ പഴിചാരുകയോ ഞാൻ ഉടമ്പടിയിൽ നിന്നിട്ട് എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ എന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. മാതാവിൻ്റെ കൂടെയുള്ളിടത്തോളം കാലം എനിക്കൊരു കുഴപ്പമുണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എനിക്ക് ഡേറ്റ് കിട്ടിയത് ഒക്ടോബർ 28 ആയിരുന്നു. പക്ഷെ ഞാൻ ആ ഡേറ്റ് ക്യാൻസൽ ചെയ്തു. ജപമാല റാലിയിൽ പങ്കെടുക്കുക എന്നതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം ഞാൻ കൊടുത്തിരുന്നത്. അതുകൊണ്ട് ഞാൻ OETയുടെ എക്സാം നവംബർ 11 ഞാൻ പോസ്റ്റ്പോൺ ചെയ്തു. അതിനുശേഷം 11 ഞാൻ എക്സാം എഴുതി. മാതാവ് നല്ല റിസൾട്ടോടുകൂടി എന്നെ അനുഗ്രഹിച്ചു. അതിനുശേഷം ഞാൻ വർക്ക് പാസിന് കൊടുത്തു. അതും അയർലൻഡിലേക്ക് തന്നെയാണ് ഞാൻ പ്രോസസ്സിങ് കണ്ടിന്യൂ ചെയ്തത്. നേരത്തെ സ്റ്റോപ്പ് ചെയ്തിരുന്നത് റീസ്റ്റാർട്ട് ചെയ്തു. മാതാവ് എനിക്ക് വർക്ക് പാസിന് ആദ്യം 2 പ്രാവശ്യം റിജക്ഷൻ കിട്ടിയിരുന്നു. അത് ഇപ്പോൾ ഞാൻ കൊടുത്തപ്പോൾ എനിക്ക് വിത്തിൻ 1 അവർ എനിക്കതിന് അപ്രൂവൽ ലെറ്റർ കിട്ടി. അങ്ങനെ വർക്ക് പാസ് എനിക്ക് കിട്ടി. പിന്നീട് അതിനുശേഷം വിസയായിരുന്നു. വിസയും ഒരുപാട് ടെൻഷനുണ്ട്. കാരണം ഒരു റിജക്ഷൻ നേരിട്ടത് കൊണ്ട് ഒരുപാട് ടെൻഷനോടുകൂടിയാണ് വിസയ്ക്ക് ഞാൻ അപ്ലൈ ചെയ്തത്. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഈ ശനിയാഴ്ച എനിക്ക് വിസ വന്നു. വിസ വന്നപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് പത്രം, ഞാനത് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ചാപ്പലിൽ നിന്ന് എനിക്ക് കിട്ടിയ പത്രം കുറച്ച് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് ഞാൻ എല്ലാവർക്കും കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഈ 2 വർഷമായിട്ട് ഞാൻ കാത്തിരുന്ന എൻ്റെ ജോലി, എൻ്റെ വിസ ഇന്ന് എനിക്ക് വന്നു. അത് കാരണം എല്ലാവരിലേക്കും ഞാൻ സാക്ഷ്യപ്പെടുത്തി. പിന്നെ ഞാൻ ഇനി മാർച്ച് 19 എനിക്ക് അഡാപ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊരു നല്ലൊരു ദിവസം നൽകി മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ എനിക്ക് കുറച്ച് നാളായിട്ടുണ്ടായിരുന്നൊരു ചുമ, അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ CT ചെസ്റ്റ് ചെയ്തു. അതിൽ ഒരുപാട് ടെൻഷനോടുകൂടിയാണ്, എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുമോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ മാതാവ് ഒരു വിധത്തിൽ എന്നെ തളർത്തിയില്ല, യാതൊരു കുഴപ്പവുമില്ലായിരുന്നു. അതുപോലെ ഹസ്ബൻഡ് പപ്പയുടെ ECG ഒരു BP ഹൈ ആയിരുന്നു. അങ്ങനെ ECG എടുത്തപ്പോൾ അതിൽ വേരിയേഷൻ വന്നിരുന്നു. അപ്പോൾ എക്കോ എടുക്കണമെന്ന് പറഞ്ഞു. എക്കോ എടുത്തപ്പോൾ അത് നോർമൽ റിസൾട്ടായിരുന്നു. അപ്പോൾ പപ്പ പോയപ്പോൾ പപ്പയുടെ കയ്യിൽ കാശ് രൂപം കൊടുത്തു വിട്ടിരുന്നു. അത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് നോർമൽ റിസൾട്ട് കിട്ടിയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇത്രയും അധികം അനുഗ്രഹങ്ങൾ തന്ന മാതാവിന്, ഈശോയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ സാമ്പത്തികമായിട്ട് ഒരുപാട് ദുരിതം അനുഭവിക്കുന്നവരെ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അവരിലേക്ക് നമ്മളെ കൊണ്ടാവുന്ന സാമ്പത്തികമായിട്ട് അവരെ സഹായിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിരുന്നു. അതുപോലെ ഞങ്ങളുടെ കസിൻസിനോടും പറഞ്ഞ് അവർ അബ്രോഡ് വർക്ക് ചെയ്യുന്നവരും അവരാലും കഴിയുന്ന പൈസ അവർക്ക് കൊടുക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചു. അതുപോലെ തന്നെ രോഗികളായി കഴിയുന്നവർക്ക് പത്രം കൊടുത്തു. കാരണം ചിലപ്പോൾ വിശ്വാസം ഇല്ലായിരിക്കും, എങ്കിലും അവർ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചു. എൻ്റെ പേര് അന്ന ജോസ്. ഞാൻ എറണാകുളത്ത് നിന്നാണ് വരുന്നത്. ഞാൻ ഏകദേശം 6 വർഷക്കാലത്തോളമായി പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി അമ്മ മാതാവ് എന്നെയും എൻ്റെ കുടുംബത്തെയും മാറ്റിയിട്ട്. എനിക്ക് കൃപാസനം പത്രം വഴിയാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ചും ഈ പ്രാർത്ഥനാലയത്തെക്കുറിച്ചും അറിയാനിടയായത്. അത് എനിക്ക് പള്ളിയിൽ നിന്നാണ് കിട്ടിയത്. പക്ഷേ എനിക്ക് ഇവിടെ വരാനുണ്ടായ സാഹചര്യം, എൻ്റെ 3ാമത്തെ കുഞ്ഞ് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ 3ാമത്തെ മാസം എൻ്റെ ടെസ്റ്റ് റിസൾട്ടുകളിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകരമായ ഒരു സാഹചര്യം ഉണ്ടായതിന് പ്രകാരം 1ാമത്തെ ഹോസ്പിറ്റലിൽ പോയി അവിടെ ടെസ്റ്റ് ചെയ്തപ്പോൾ കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം ഉണ്ടെന്ന് പറയുകയും, പക്ഷെ അവരത് കാര്യമായി ഗവനിക്കാതിരിക്കുകയും പിന്നെ 2ാമത് മറ്റൊരു ഹോസ്പിറ്റലിൽ പോകാം എന്ന് തീരുമാനിച്ചു.
അവിടെ എൻ്റെ മൂത്ത കുഞ്ഞ് ഡെലിവറി ചെയ്തത് അവിടെയാണ്. അവിടെ ചെന്നപ്പോൾ ഞാൻ ഡോക്ടറെ നല്ല പരിചയമുള്ളത് കൊണ്ടും ഡോക്ടറിൻ്റെ റിസൾട്ട് എല്ലാം കണ്ടതിന് ശേഷം എന്നോട് പറഞ്ഞു എന്നെ അവിടെ നോക്കാൻ സാധിക്കുകയില്ല എന്ന് എന്നോട് പറഞ്ഞു. പക്ഷേ കാരണം എന്താണെന്ന് ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞില്ല. മൂന്നാമത് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പൊക്കോളാൻ പറഞ്ഞ് ഡോക്ടർ എന്നോട് നിർബന്ധം പറഞ്ഞു. അങ്ങനെ മൂന്നാമത് മറ്റൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോവുകയും അവിടുത്തെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ റിസൾട്ടുകളെല്ലാം നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് ഡൗൺ സിൻഡ്രോമാണ്, അതുകൊണ്ട് അബോർഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം അതിന് വേണ്ടിയിട്ട് എനിക്ക് ഹസ്ബൻഡിനും ഞങ്ങൾക്ക് കൗൺസിലിംഗ് തരികയും പിന്നീട് ഞങ്ങളെ ഡേറ്റ് തന്ന് പറഞ്ഞയക്കുകയും ചെയ്തു. അപ്പോൾ എനിക്ക് കൃപാസനം പത്രത്തിൽ നിന്നിട്ട് വായിച്ച സാക്ഷ്യങ്ങളെക്കുറിച്ച് ഓർമ്മ വരികയും അതിന് പ്രകാരം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. ഡോക്ടർ പറഞ്ഞ പ്രകാരം ഡേറ്റ് തന്ന ദിവസം ഞങ്ങൾ പോകുന്ന ആ സമയത്ത് ഡോക്ടർ എന്നോട് പറഞ്ഞു നമുക്കൊന്നും കൂടെ ഒന്ന് ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കിയാൽ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കറിയാം അമ്മ എനിക്ക് എൻ്റെ കുഞ്ഞിനെ തരുമെന്നുള്ളൊരു വിശ്വാസം എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. എനിക്ക് 3 പെൺകുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഈ രണ്ട് പെൺകുഞ്ഞുങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയോട് എപ്പോഴും പറയും, അമ്മേ എനിക്ക്